കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ USS എക്സാമുമായി ബന്ധപ്പെട്ട ബേസിക് സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 7ാം ക്ലാസ്സിലെ പാഠഭാഗം 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കി USSന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപേ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്ന ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വായുവിനെ കുറിച്ചാണ് പറയുന്നത്. വായുവിന് ഭാരമുണ്ട്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതുപോലെ നമുക്ക് ചുറ്റും എല്ലായിടത്തും വായു ഉണ്ട്, ഭൂമിക്ക് മുകളിൽ 100 കിലോമീറ്ററോളം ഉയരത്തിൽ വായു ഉണ്ട്. എന്താണ് അന്തരീക്ഷ മർദ്ദം, എന്താണ് വാതകമർദ്ദം, അതായത് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ഫലമാണ് വാതകമർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ഫലമാണ് അന്തരീക്ഷമർദ്ദം. ഒരു ഭാഗത്ത് വായുവിൻ്റെ അളവ് കയറാനിടയായാൽ ആ ഭാഗത്തേക്ക് മറ്റു ഭാഗത്തു നിന്നും വായു തള്ളിക്കയറുന്നുണ്ട്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ആദ്യമായി അന്തരീക്ഷമർദ്ദം അളന്നതും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ ബാരോമീറ്ററിൽ മെർക്കുറിയാണ് ഉപയോഗിച്ചിരിക്കുന്ന ദ്രാവകം. അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ബാരോമീറ്ററിലെ ട്യൂബിലെ മെർക്കുറി നിരപ്പിന് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അന്തരീക്ഷമർദ്ദം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ആഴം കൂടുന്നതിനനുസരിച്ച് ഡാഷ്. ഒരു ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ആഴം കൂടുന്നതിനനുസരിച്ച് ഡാഷ്. ഓപ്ഷൻസ്: എ കൂടുന്നു, ബി കുറയുന്നു, സി ഒന്നും സംഭവിക്കുന്നില്ല. ഉത്തരം എ കൂടുന്നു. ഒരു ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ആഴം കൂടുന്നതനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആഴം കൂടുമ്പോൾ മർദ്ദം കൂടുന്നു, ദ്രാവകങ്ങൾ എല്ലാ ദിശയിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നു, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുമ്പോൾ മർദ്ദം കുറയുന്നു, ആഴം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഉത്തരം ഡി, ആഴം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. അടുത്ത ചോദ്യം, ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം: എ ബാരോമീറ്റർ, ബി ലാക്ടോമീറ്റർ, സി മാനോമീറ്റർ, ഡി അനിമോമീറ്റർ. ഉത്തരം സി മാനോമീറ്റർ. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? എവിടെയാണ് അന്തരീക്ഷമർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ എ പർവ്വതങ്ങൾക്ക് മുകളിൽ, ഓപ്ഷൻ ബി സമുദ്രനിരപ്പിൽ, ഓപ്ഷൻ സി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ, ഓപ്ഷൻ ഡി അന്തരീക്ഷത്തിന് മുകളിൽ. ഉത്തരം സി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ: ഓപ്ഷൻ എ കെപ്ലർ, ബി ടോറിസെല്ലി, സി എഡിസൺ, ഡി ഗലീലിയോ. ഉത്തരം ബി ടോറിസെല്ലി. അടുത്ത ചോദ്യം, പർവ്വതാരോഹണം നടത്തുന്നവരുടെ മൂക്കിൽ നിന്നും രക്തം വരാറുണ്ട്. ഇതിന് കാരണം എന്താണ്? ഓപ്ഷൻസ്: എ ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കൂടുന്നു, ബി ഉയരം കൂടുന്തോറും അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നു, സി ഉയരം കൂടുന്തോറും അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നു, ഡി ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. അടുത്ത ചോദ്യം, വാതകമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. വാതകമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം: ഓപ്ഷൻ എ
മാനോമീറ്റർ, ബി ബാരോമീറ്റർ, സി തെർമോമീറ്റർ, ഡി അനിമോമീറ്റർ. ഉത്തരം ബി ബാരോമീറ്റർ. അടുത്ത ചോദ്യം, മുങ്ങിക്കപ്പലുകൾക്ക് സാധാരണ കപ്പലുകളേക്കാൾ കട്ടി കൂടിയ ഭിത്തി നിർമ്മിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ഓപ്ഷൻസ്: എ സമുദ്രാന്തഭാഗത്തെ ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ, ബി സമുദ്രത്തിൻ്റെ അടിഭാഗത്ത് മർദ്ദം കൂടിയതിനാൽ മർദ്ദത്തെ അതിജീവിക്കാൻ, സി സമുദ്രാന്തഭാഗത്തെ തണുപ്പിനെ അതിജീവിക്കാൻ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി സമുദ്രത്തിൻ്റെ അടിഭാഗത്ത് മർദ്ദം കൂടിയതിനാൽ മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് മുങ്ങിക്കപ്പലുകൾക്ക് സാധാരണ കപ്പലുകളേക്കാൾ കട്ടി കൂടിയ ഭിത്തി നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, ഊതി വീർപ്പിച്ച ബലൂൺ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ബലൂണിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസ്: വ്യാപ്തം കൂടും, ബി വ്യാപ്തം കുറയും, സി വ്യാപ്തത്തിൽ മാറ്റം വരില്ല, ഡി മർദ്ദം കുറയും. ഉത്തരം ഓപ്ഷൻ ബി വ്യാപ്തം കുറയും. അടുത്ത ചോദ്യം, വേഗതയിൽ പോകുന്ന തീവണ്ടിയുടെ സമീപത്ത് പ്ലാറ്റ്ഫോമിൽ നിന്നാൽ വണ്ടിയുടെ ഭാഗത്തേക്ക് നമ്മെ വലിച്ച് അടുപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇതിന് കാരണം എന്താണ്? ഓപ്ഷൻസ്: ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവാണ്, ബി ചലിക്കുന്ന വായുവിന് മർദ്ദം കൂടുതലാണ്, സി മർദ്ദം കുറഞ്ഞ വായു മുകളിലേക്ക് പോകുന്നു, ഡി മർദ്ദം കുറഞ്ഞ വായു അടിവശത്തേക്ക് പോകുന്നു. ഉത്തരം ഓപ്ഷൻ എ ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവായിരിക്കും. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ഉപകരണങ്ങളാണ് സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, വാക്വം ഹുക്ക്, ഡ്രോപ്പർ. ഈ സൈഫൺ എന്തിനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ പോലുള്ള ദ്രാവകങ്ങൾ പകർത്താൻ സുരക്ഷിതമായ മാർഗമാണ് സൈഫൺ. അതുപോലെ തന്നെ ആശുപത്രികളിൽ ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ ആ കുപ്പിയുടെ മുകളിലായിട്ട് ഒരു സൂചി തറച്ച് വച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷമർദ്ദം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി അതിനുള്ളിലെ മരുന്ന് രോഗിയുടെ രക്തക്കുഴലിലേക്ക് ഇടതടവില്ലാതെ ഒഴുകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, നമ്മൾ മല കയറുന്ന സമയത്ത് ഈ യാത്രക്കാരൊക്കെ മലയൊക്കെ കയറുകയാണെങ്കിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷമർദ്ദത്തിന് തുല്യമായ മർദ്ദം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനാൽ അന്തരീക്ഷമർദ്ദം നമ്മുടെ ശരീരത്തിന് ഉപദ്രവമായി മാറുന്നില്ല. അന്തരീക്ഷമർദ്ദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവമാണ് ശ്വാസകോശം. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് ശരീരത്തിലെ മർദ്ദം കുറയാത്തതിനാൽ മർദ്ദതുലനം ചെയ്യാനായി ശരീരത്തിലെ മൃദു രക്തക്കുഴലുകൾ പൊട്ടുകയും അത് രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് മൂക്കിലൂടെ ബ്ലഡായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ എളുപ്പത്തിൽ വേവാൻ കാരണമെന്താണ്? നമ്മൾ പ്രഷർ കുക്കറിലാണ് ഫുഡ് വെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേവുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഓപ്ഷൻസ്: എ മർദ്ദം കൂടുമ്പോൾ തിളനില വർദ്ധിക്കുന്നു, ബി മർദ്ദം കൂടുമ്പോൾ തിളനില കുറയുന്നു, സി മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു, ഡി മർദ്ദം കൂടുമ്പോൾ തിളനില മാറുന്നില്ല. ഉത്തരം ഓപ്ഷൻ എ മർദ്ദം കൂടുമ്പോൾ തിളനില വർദ്ധിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗം 6 നിർമ്മലമായ പ്രകൃതിക്കായി എന്ന പാഠഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ പാഠഭാഗത്തിൽ മെയിനായിട്ട് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം എന്നിവ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാക്കാൻ കാരണമാകുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും കൂടുതലാണ്. അതുപോലെ ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. ഇവ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു.
ലെഡ്, ക്രോമിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ മണ്ണിൽ കലരുന്നത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ ജലത്തിന് ഭൗതികപരമായും രാസപരമായും ചില ഗുണങ്ങൾ ഉണ്ട്. ഈ ഗുണങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന മാലിന്യങ്ങൾ കലരുമ്പോഴാണ് ജലം മലിനമാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ജലശുദ്ധീകരണത്തിനുള്ള ആധുനിക രീതികൾ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നല്ലതുപോലെ പഠിക്കുക. പിന്നെ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, കുടിവെള്ളത്തിലൂടെ നമുക്ക് പകരുന്ന രോഗങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കണം. അതായത് ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം തുടങ്ങിയ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജലസാമ്പിളുകളിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ എ pH 7, ബി pH 5, സി pH 9, ഡി pH 8. ഉത്തരം ഓപ്ഷൻ ബി pH 5. രണ്ടാമത്തെ ചോദ്യം, ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ നിറച്ച് ജലമൊഴിച്ചാൽ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു വരുന്നു. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്ത്? ഓപ്ഷൻ എ മണ്ണിൽ ജൈവാംശം കൂടുതലാണ്, ബി മണ്ണിന് ജലാകിരണ ശേഷി കുറവാണ്, സി മണ്ണിന് ജലാകിരണ ശേഷി കൂടുതലാണ്, ഡി കൃഷിക്ക് യോജിച്ച മണ്ണാണ്. ഉത്തരം ബി മണ്ണിന് ജലാകിരണ ശേഷി കുറവാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഏവ? ഓപ്ഷൻ എ വാഹനങ്ങളുടെ വർധനവ്, ബി വ്യവസായശാലകൾ, ഫാക്ടറികൾ ഇവയുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്, സി വനനശീകരണം, ഡി കാട്ടുതീ. ഉത്തരം ഓപ്ഷൻ എ വാഹനങ്ങളുടെ വർധനവ്. അടുത്ത ചോദ്യം, ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഡാഷ് നിറത്തിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ എ ചുവപ്പ്, ബി മഞ്ഞ, സി ഇരുണ്ട കറുത്ത നിറം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം സി ഇരുണ്ട കറുത്ത നിറം. അടുത്ത ചോദ്യം, ഡയറിയ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി. ഡയറിയ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഇക്കോളി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ്, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഇക്കോളി ബാക്ടീരിയ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ pH എത്രയാണ്? ജലത്തിൻ്റെ pH എത്രയാണ്? ഓപ്ഷൻ എ pH 8, ഓപ്ഷൻ ബി pH 6, ഓപ്ഷൻ സി pH 7, ഓപ്ഷൻ ഡി pH 9. ഉത്തരം ഓപ്ഷൻ സി pH 7. അടുത്ത ചോദ്യം, ജൈവ വിഘടനത്തിന് വിധേയമാകുന്നവ ഡാഷ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഉത്തരം കമ്പോസ്റ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത് ഡാഷ് മണ്ണാണ്. ഏത് മണ്ണിനാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത്? ഉത്തരം മേൽമണ്ണിനാണ് ഏറ്റവും കൂടുതൽ ജൈവാംശം കൂടുതലുള്ളത്. അടുത്ത ചോദ്യം, ജലത്തെ വായുവുമായി കലർത്തുന്ന പ്രവർത്തനത്തെ ഡാഷ് എന്ന് പറയുന്നു. ജലത്തെ വായുവുമായി കലർത്തുന്ന പ്രവർത്തനത്തെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം എയറേഷൻ. അടുത്ത ചോദ്യം, വായുമലിനീകരണത്തിലെ പ്രധാന ഘടകമാണ് ഡാഷ്. വായുമലിനീകരണത്തിലെ പ്രധാന ഘടകമാണ് ഡാഷ്. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? എന്നാണ് ലോക ജലദിനമായി ആചരിക്കുന്നത്? ഉത്തരം മാർച്ച് 22. അടുത്ത ചോദ്യം ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ചോദ്യം ഇതാണ്, 1999 പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡാഷ്. ഉത്തരം അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി വീണ്ടും കാണാം. ബൈ.